നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. പ്രതീക്ഷയോടെ മുന്നണികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ജില്ലാ ഭരണകൂടവും ജില്ലാ പോലീസും. ഉപ്ലിയത്ത് റോഡിൽ പൊട്ടിവീണ് കിടന്ന വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് 2 പോത്തുകളും 1 എരുമയും ചത്തു. ഉടമകൾക്കും ഷോക്കേറ്റു. കാത്തിരുന്ന മഴ വില്ലനായി. പുതുക്കാട്, പറപ്പൂക്കര, മറ്റത്തൂർ മേഖലകളിൽ വ്യാപക നാശനഷ്ടം. ആലത്തൂരിൽ മരം വീണ വീട് ഭാഗികമായി തകർന്നു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ ഊട്ട് തിരുനാൾ ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. 25 നാൾ നീണ്ട ആകാംക്ഷയ്ക്കും കാത്തിരിപ്പിനും വിരാമമാകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. പ്രതീക്ഷയോടെ മുന്നണികൾ. തിങ്കളാഴ്ച രാവിലെ 8 മുതലാണ് 43 ഇടങ്ങളിലായി സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നടക്കുന്നത്. വിപുലമായ ഒരുക്കങ്ങളും അതീവ സുരക്ഷയുമാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത്. പുതുക്കാട്, ഇരിങ്ങാലക്കുട, ചാലക്കുടി മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ നടക്കുന്നത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലാണ്. ജില്ലാ വരണാധികാരിയായ കളക്ടർക്കാണ് വോട്ടെണ്ണലിന്റെ പൊതു മേൽനോട്ട ചുമതല. റിട്ടേണിംഗ് ഓഫീസർമാർ അതാത് മണ്ഡലങ്ങളുടെ ചുമതല വഹിക്കും. സംസ്ഥാന പോലീസിന്റെയും കേന്ദ്രസേനയുടെയും സുരക്ഷയിലായിരിക്കും വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. 8:30 ഇലക്ട്രോണിക് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണി തുടങ്ങും. 9 മണിയോടെ ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. 9:30 സംസ്ഥാനത്തെ ട്രെൻഡും വ്യക്തമാകും. ഉച്ചയോടെ 140 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ പൂർത്തിയാകും. റീകൗണ്ടിംഗ് ആവശ്യമായി വന്നാൽ മാത്രമാണ് വോട്ടെണ്ണൽ വൈകുക. അടുത്ത 5 വർഷം കേരളം ആര് ഭരിക്കുമെന്നറിയാനുള്ള ആകാംക്ഷയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. തരംഗമുണ്ടെങ്കിൽ 100 സീറ്റ് വരെ കിട്ടി അധികാരത്തിൽ എത്തുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. ഏത് സാഹചര്യത്തിലും 80-ന് മുകളിൽ സീറ്റ് UDF ഉറപ്പിക്കുന്നു. എക്സിറ്റ് പോളുകൾ എല്ലാം പ്രവചിച്ച ഭരണമാറ്റം പ്രതിപക്ഷ നിരയെ ആവേശം കൊള്ളിക്കുകയാണ്. അതേസമയം എക്സിറ്റ് പോളുകൾ തള്ളുന്ന LDF ഭരണ തുടർച്ചയെന്ന പ്രതീക്ഷയിലാണ്. 75 സീറ്റ് വരെ കിട്ടുമെന്നാണ് മുന്നണി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ നിയമവും കണക്കൂട്ടവും ഉറപ്പിക്കുന്ന BJP ഏതാനും ചില മണ്ഡലങ്ങളിൽ അട്ടിമറി ജയവും പ്രതീക്ഷിക്കുന്നു. നേമത്തെ വിജയം BJPക്ക് ഏറെ പ്രധാനമാണ്. കേരളത്തിൽ ഭരണമാറ്റമാണ് മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിച്ചിരിക്കുന്നത്. അധികാരത്തിൽ വരുമെന്ന് പ്രവചിച്ചിരിക്കുന്ന UDF എക്സിറ്റ് പോൾ ഫലങ്ങളെ അംഗീകരിക്കുമ്പോൾ LDFും BJPയും എക്സിറ്റ് പോളിനെ പൂർണ്ണമായും തള്ളുന്നു. എക്സാക്ട് ഫലം മറിച്ചാകുമെന്നാണ് അവരുടെ അവകാശവാദം. എക്സിറ്റ് പോളുകൾ തെറ്റിപ്പോയ അനേകം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവയെ പൂർണ്ണമായും തള്ളാനാകില്ല. ഫലം സംബന്ധിച്ച ഏകദേശ സൂചന മിക്ക എക്സിറ്റ് പോളുകളും നൽകാറുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് മുന്നോടിയായി വന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ അത് ശരിവെക്കുന്നു. 79.83% പേർ വോട്ട് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലമറിയാൻ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. സുതാര്യവും ക്രമബദ്ധവും സുരക്ഷിതവുമായ രീതിയിൽ വോട്ടെണ്ണൽ നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയായ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അറിയിച്ചു. ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 3 കേന്ദ്രങ്ങളിലായാണ് നടക്കുന്നത്. ഗവൺമെൻറ് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ്, ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ്, ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് എന്നീ കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ പ്രക്രിയ നടക്കുന്നത്. ഓരോ മണ്ഡലത്തിലും വോട്ടെണ്ണൽ നിരീക്ഷിക്കാൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 13 കൗണ്ടിംഗ് നിരീക്ഷകരെ നിയോഗിച്ചിട്ടുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലാ ഭരണകൂടവും ജില്ലാ സിറ്റി റൂറൽ പോലീസ് സേനയും ചേർന്ന് ആവിഷ്കരിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച പാസ് ഉള്ളവരെ മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. വോട്ടെണ്ണൽ കേന്ദ്രത്തിന് പുറത്തെ ദൃശ്യങ്ങൾ CCTV ക്യാമറകൾക്ക് പുറമെ മഫ്റ്റി പോലീസ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലായിരിക്കും. കലാപമുണ്ടാക്കുന്നവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം നടപടിയെടുക്കും.
ആഹ്ലാദ പ്രകടനങ്ങൾ അതിരുവിടാതിരിക്കാനും അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനും 1000-ൽ പരം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നത്. കൂടുതൽ വാഹന പട്രോളിംഗും പിക്കറ്റ് പോസ്റ്റുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് അപകടമുണ്ടാക്കുന്ന വിധത്തിൽ പടക്കം, ഗുണ്ട് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ അനധികൃതമായി ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. മുപ്ലിയം വെള്ളാരംകുന്ന് പുളിയാനിക്കുന്ന് റോഡിൽ പൊട്ടി വീണ് കിടന്ന വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് 2 പോത്തുകളും ഒരു എരുമയും ചത്തു. പോത്തുകളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഉടമകളായ ദമ്പതികൾക്കും ഷോക്കേറ്റെങ്കിലും ഇവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഞായറാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. വെള്ളാരംകുന്ന് ആണ്ടു വീട്ടിൽ ബൈജുവിന്റെ ഉടമസ്ഥതയിലുള്ള പോത്തുകളും എരുമയുമാണ് അപകടത്തിൽപ്പെട്ടത്. ഞായറാഴ്ച രാവിലെ പോത്തുകളെയും എരുമകളെയും മേയ്ക്കാൻ കൊണ്ടുപോകുന്നതിനിടയിലാണ് റോഡിൽ പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റത്. ആദ്യം ഒരു പോത്തിന് ഷോക്കേറ്റതോടെ മറ്റുള്ളവ ഇതിനടുത്തേക്ക് വരികയായിരുന്നു. ഇതോടെയാണ് മറ്റ് 2 കന്നുകാലികൾക്കും കൂടി ഷോക്കേറ്റത്. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു എരുമ മാറി നിന്നതിനാൽ രക്ഷപ്പെട്ടു. പോത്തുകളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ബൈജുവിനും ഭാര്യ ജ്യോതിക്കും ഷോക്കേറ്റു. കഴിഞ്ഞ ദിവസം വൈകിട്ടുണ്ടായ ഇടിമിന്നലിലാണ് വൈദ്യുതി കമ്പി പോസ്റ്റിൽ നിന്ന് തെറിച്ചു വീണത്. വൈദ്യുതി കമ്പി റോഡിൽ വീണത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. അപകടത്തെ തുടർന്ന് നാട്ടുകാർ KICB-യിൽ വിവരമറിയിക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞ് വരന്തരപ്പള്ളി KICB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. വെറ്ററിനറി സർജൻ സ്ഥലത്തെത്തി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. 2 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് ഉടമ പറഞ്ഞു. ഞങ്ങൾ 4 പോത്തുകളെ തീറ്റാൻ കൊണ്ടുവന്നാണ്. അപ്പോൾ കമ്പി വഴി കിടക്കുന്നത് കണ്ടില്ല. ഒരെണ്ണത്തിനെ പിടിച്ച് കയറുമ്പോൾ പിടിച്ച വഴി ഷോക്കിട്ട് വഴി 2 ഓടി വന്നു. അതിൽ വീണു. ഞങ്ങൾ വേഗം കയറ് വിട്ടു. 2 പേർക്ക് ഞാൻ എനിക്കും ഭാര്യയ്ക്കും ഷോക്കേറ്റു. അങ്ങനെയാണ് സംഭവിച്ചത്. ഒരെണ്ണത്തിന് 60,000 മുകളിൽ വെച്ചിട്ടുണ്ട്. 3 എണ്ണം. 2 വാർഡിലെ മെമ്പർമാർ വന്നു. KICB ആൾ വന്നു. ഇനി 3 മണിക്ക് ഡോക്ടർ വരാമെന്ന് പറഞ്ഞ വെറ്റിനറി ഡോക്ടർ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആണ് പറഞ്ഞത്. ശനിയാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മറ്റത്തൂർ പറപ്പൂക്കര പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശങ്ങളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. മറ്റത്തൂർക്കുന്ന്, പടിഞ്ഞാറ്റുമുറി, ആറ്റുപിള്ളി, പന്തല്ലൂർ, ചെങ്ങാതുരുത്തി എന്നിവിടങ്ങളിലാണ് കാറ്റ് നാശം വിതച്ചത്. തെങ്ങ്, ജാതി, വാഴ, കവുങ്ങ് തുടങ്ങിയ കാർഷിക വിളകൾക്ക് പരക്കെ നാശമുണ്ടായി. മരങ്ങൾ ഒടിഞ്ഞു വീണ് വീടുകൾക്ക് ഭാഗികമായ നാശം നേരിട്ടു. മറ്റത്തൂർ ആറ്റുപിള്ളിയിൽ മുല്ലപ്പറമ്പിൽ ബദറുദ്ദീന്റെ വീടിനു മുകളിലെ ട്രസ് കാറ്റിൽ തകർന്നു. മരങ്ങൾ വീണ് വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞതിനെ തുടർന്ന് ശനിയാഴ്ച സന്ധ്യ മുതൽ പലയിടത്തും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിരുന്നു. നാശനഷ്ടങ്ങൾ നേരിട്ട പ്രദേശങ്ങൾ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസ്സി ജോണും ഭരണസമിതി അംഗങ്ങളും സന്ദർശിച്ചു. റവന്യൂ വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി. ഇന്നലെ രാത്രി ഉണ്ടായ അതിശക്തമായ കാറ്റിലും മഴയിലും മറ്റത്തൂർ പടിഞ്ഞാട്ടുമുറിയിലെ മുഴുവൻ വീടുകളിലേക്കും കറണ്ടിന്റെ ഉപയോഗം പറ്റാതെ 6 കാലൊടിഞ്ഞിട്ടുണ്ട്. ഇലക്ട്രിസിറ്റിയുടെ ഫുള്ള് മോശമായ രീതിയിലുള്ള ഇതുകൾ വന്നിട്ടുണ്ട്. കാരണം ചോക്ക വീണ് കിടക്കുക. പിന്നെ ഞങ്ങളുടെ 3 ജാതി, അടുത്ത വീട്ടിലെ പ്ലാവ്, അപ്പുറത്ത് തേക്ക്, ഒരു തെങ്ങ്, പിന്നെ എന്തൊക്കെ വീണിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. അത്രയൊക്കെ സംഭവിച്ചു. അത്രയൊക്കെ സംഭവിച്ചു. തെങ്ങും പോയി, അതിലുണ്ട് തെങ്ങും തയ്യേ. ശനിയാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും പുതുക്കാട് ചെങ്ങാലൂരിൽ വ്യാപക കൃഷിനാശം. എസൻപുരം ഭാഗത്തെ ഒല്ലൂക്കാരൻ പോളിൻ്റെയും ഭാര്യ സിജോയുടെയും 200ഓളം വാഴകളാണ് കടപുഴകി വീണത്. കുലച്ച് വെട്ടിത്തുടങ്ങാറായ വാഴകൾ നശിച്ചത് ഈ കർഷക കുടുംബത്തിന് വലിയ തിരിച്ചടിയായി. ശനിയാഴ്ച വൈകിട്ട് ശക്തമായ മഴയും ശക്തമായ കാറ്റുമുണ്ടായതോടെ ഒല്ലൂക്കാരൻ പോളും ഭാര്യയും ചേർന്ന് പരിപാലിച്ചു വന്നിരുന്ന 200ഓളം വാഴകളാണ് നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നു വീണത്. കുലച്ച വാഴകൾ ആയതിനാൽ വലിയൊരു സാമ്പത്തിക നഷ്ടമാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. വേനൽ മഴയ്ക്കൊപ്പമുണ്ടായ അപ്രതീക്ഷിതമായ കാറ്റിൽ വാഴകൾ ഒടിഞ്ഞു വീണതോടെ വിളവെടുപ്പ് പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തണമെന്നും അടിയന്തരമായി സാമ്പത്തിക സഹായം നൽകണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. പറപ്പൂക്കര ആലത്തൂരിൽ ശനിയാഴ്ചയുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും മരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. പുളിക്കൻ രാധയുടെ വീടാണ് തകർന്നത്. വീടിൻ്റെ അടുക്കളയിൽ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. ഷീറ്റും തകർന്ന നിലയിലാണ്. അപകടം നടക്കുന്ന സമയത്ത് ഗൃഹനാഥൻ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അദ്ദേഹം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു.
ശനിയാഴ്ച വൈകിട്ടുണ്ടായ കാറ്റിൽ പറപ്പൂക്കര പഞ്ചായത്തിലെ നെല്ലായി, വയലൂർ, പന്തല്ലൂർ പ്രദേശങ്ങളിൽ വ്യാപകമായ നാശനഷ്ടങ്ങളുണ്ടായി. നെല്ലായി വയലൂരിൽ തെങ്ങ് കടപുഴകി വീണു. വയലൂർ പുഷ്പത്ത് തങ്കയുടെ വീട്ടുമുറ്റത്തെ തെങ്ങാണ് കടപുഴകി വീടിന്റെ ശുചിമുറിയുടെ മുകളിലേക്ക് വീണത്. ശക്തമായ കാറ്റിൽ പന്തല്ലൂർ തോമാത്ത് ചന്ദ്രന്റെ 50ഓളം അടക്കാമരങ്ങൾ കടപുഴകി വീണു. കായ്ഫലമുള്ള 12 ജാതി മരങ്ങളും 3 മാവുകളും ഇവിടെ കാറ്റിൽ നിലംപൊത്തി. വീടിന് പുറകുവശത്തുള്ള മതിലും തകർന്നു. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായതെന്ന് ചന്ദ്രൻ പറഞ്ഞു. ഇന്നലത്തെ ശക്തമായിട്ടുള്ള കാറ്റിൽ ഒരു 10-15 ജാതി മരം പോയി, ഒരു 10-50 അടയ്ക്കാമരം പോയി, 2-3 മാവ് ഇതെല്ലാം കടവഴി വീണു. മതിലിടിഞ്ഞു പോയി. ഒക്കെ ഭയങ്കര നാശനഷ്ടമായി. ഏകദേശം എന്ന് വെച്ചാൽ ഒരു ലക്ഷക്കണക്കിന് നഷ്ടമാണ്. കാരണം ജാതിക്ക് കായുണ്ട സമയത്ത് കൊടുക്കാവുന്ന പരിവല്ലായിരുന്നു. ആ നിലയ്ക്കുള്ള ജാതികളാണ്. കായ മരവും പോയി, കായും പോയി. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ ഗീവർഗീസിന്റെയും റപ്പായേൽ മാലാഖയുടെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിനത്തിൽ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നേർച്ച ഓട്ട് ആശീർവാദം നടത്തി. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ചിറ്റിശ്ശേരി ഇടവക വികാരി ഫാദർ ഷാജു ഓക്കൻ മുഖ്യ കാർമ്മികനായി. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കോനംപ്ലാക്കൽ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് വിശുദ്ധ കുർബാന, തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, സമാപന ആശീർവാദം എന്നിവ നടത്തി. ചടങ്ങുകൾക്ക് ഫെറോന വികാരി ഫാദർ ഡേവിസ് ചിറയത്ത് നേതൃത്വം നൽകി. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ യൗസേപ്പിതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. രാവിലെ ദിവ്യബലിക്ക് ശേഷം വികാരി ഫാദർ ജേസൺ കരിപ്പായി നേർച്ച ഊട്ട് വെഞ്ചിരിപ്പ് നിർവഹിച്ചു. തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ അനൂപ് പാട്ടത്തിൽ മുഖ്യ കാർമ്മികനായി. ഫാദർ ലിജോ കരുത്തി സന്ദേശം നൽകി. തിരുനാൾ തിരുക്കർമ്മങ്ങളിലും നേർച്ച ഊട്ടിലും പങ്കെടുക്കാൻ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ദേവാലയത്തിൽ എത്തിയത്. ഉച്ചകഴിഞ്ഞ് ടൗൺ ചുറ്റി നടന്ന പ്രദക്ഷിണത്തോടെ തിരുനാൾ ആഘോഷം സമാപിച്ചു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ മരിച്ചവരോടുള്ള ആദരസൂചകമായി കരിമരുന്ന് പ്രയോഗം പൂർണ്ണമായും ഒഴിവാക്കിയാണ് തിരുനാൾ ആഘോഷിച്ചത്. കാറിൽ കടത്താൻ ശ്രമിച്ച MDMA-യുമായി 2 യുവാക്കൾ തൃശൂർ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പിടിയിലായി. ബാംഗ്ലൂരിൽ നിന്നും തൃശൂരിലേക്ക് വന്ന കാറിൽ നിന്നാണ് 25 ഗ്രാം MDMA പിടികൂടിയത്. സംഭവത്തിൽ ഒല്ലൂർ സ്വദേശി ഷൈൻ ജോസ്, തിരുവനന്തപുരം സ്വദേശി ബിബിൻ രാജ് എന്നിവരാണ് അറസ്റ്റിലായത്. തൃശൂർ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗവും തൃശൂർ എക്സൈസ് സർക്കിൾ വിഭാഗവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് യുവാക്കളെ പിടികൂടിയത്. തൃശൂർ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം ഇൻസ്പെക്ടർ സന്തോഷ്, തൃശൂർ എക്സൈസ് സർക്കിൾ ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ കെ ശ്രീലത, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ VM ജബ്ബാർ, ജി സ്മോൻ, ബെന്നി സുരേഷ്, നെൽസൺ, PV വിശാൽ, AA അജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ഷൈൻ ജോസ്, തിരുവനന്തപുരം സ്വദേശിയായ ബിബിൻ എന്നിവരെ ഉദ്ദേശം ഒരു 25 ഗ്രാം MDMA-യുമായിട്ട് തൃശ്ശൂർ IB ടീമിൻ്റെ സഹായത്തോടു കൂടിയിട്ട് കാറിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്നു. അവർ ബാംഗ്ലൂരിൽ നിന്നാണ് കൊണ്ടുവന്നത്. പിടിച്ച് കേസാക്കിയിട്ടുണ്ട്. തുടർ നടപടികൾ ചെയ്തു വരികയാണ്. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയുടെ സംയോജിത കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം നടത്തി. പാലിയേക്കരയിൽ നടന്ന പരിപാടി CITU ജില്ലാ പ്രസിഡന്റ് KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് AS അൻവർ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് VT വിജയലക്ഷ്മി, CD വാസുദേവൻ, KM വാസുദേവൻ, TS ബൈജു, EN അനിൽകുമാർ, സജി പള്ളിവളപ്പിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. ചെങ്ങാലൂർ സെന്റ് മേരീസ് HS 1973-74 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ പോൾസൺ പാറത്തിങ്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ജിജിമോൾ പങ്കെടുത്തു. പൂർവ്വ അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. വിവാഹ സംഘം സഞ്ചരിച്ചിരുന്ന കാർ ഇടിച്ച് യുവാവ് മരിച്ചു. എരുമപ്പെട്ടി അണ്ടേക്കാട് പീടികയിൽ അബ്ബാസിന്റെ മകൻ 31 വയസ്സുള്ള അബു താഹിറാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെയാണ് അപകടമുണ്ടായത്. രാവിലെ പ്രഭാത സവാരി നടത്തുകയായിരുന്ന അബു താഹിറിനെ നിയന്ത്രണം വിട്ട കാർ ഇടിക്കുകയായിരുന്നു. വീഴ്ചയിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അബു താഹിർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. കുന്നകുളം റോയൽ ദയ ആശുപത്രിയിലെ PRO ആണ് അബു താഹിർ.
ആനന്ദ കലാസമിതി വായനശാല ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ വായനാ കളരി സംഘടിപ്പിച്ചു. കവി പ്രകാശൻ ഇഞ്ചക്കുണ്ട് ഉദ്ഘാടനം ചെയ്തു. ബാലവേദി പ്രസിഡന്റ് PA വൈഷ്ണവി അധ്യക്ഷയായിരുന്നു. വായനശാല സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ PS അംബുജാക്ഷൻ, KR ശിവശങ്കരൻ, PS സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. AS അലൻ, ദേവേഷ് M കൃഷ്ണ, ബാലവേദി സെക്രട്ടറി ഇമ്മാനുവൽ ഷാജു, KS ആരോമൽ എന്നിവർ സന്നിഹിതരായിരുന്നു. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. കണ്ണൂർ സർവകലാശാലയുടെ കീഴിൽ പാലയാട് ഡോക്ടർ ജാനകി അമ്മാൾ ക്യാമ്പസിലെ ആന്ത്രോപോളജി പഠന വകുപ്പിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള MA ആന്ത്രോപോളജി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0497276638 അല്ലെങ്കിൽ 049727152227. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,835 രൂപ, പവന് 1,10,10,680 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി, പ്രതീക്ഷയോടെ മുന്നണികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ജില്ലാ ഭരണകൂടവും ജില്ലാ പോലീസും. ഉപ്ലിയത്ത് റോഡിൽ പൊട്ടിവീണ് കിടന്ന വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് 2 പോത്തുകളും 1 എരുമയും ചത്തു. ഉടമകൾക്കും ഷോക്കേറ്റു. കാത്തിരുന്ന മഴ വില്ലനായി. പുതുക്കാട്, പറപ്പൂക്കര, മറ്റത്തൂർ മേഖലകളിൽ വ്യാപക നാശനഷ്ടം. ആലത്തൂരിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ ഊട്ട് തിരുനാൾ ആഘോഷിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.